നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറഞ്ഞത് പ്രകാരം 3 ലക്ഷം രൂപയുണ്ട്. സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷം. എന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ സർ. വീണ, വിശ്വാസക്കുറവ് കൊണ്ടല്ല കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ടല്ലോ. അതുകൊണ്ട് പണം കൈപ്പറ്റിയിരിക്കുന്നുവെന്ന് വീണ ഒരു അഗ്രിമെന്റ് ഞങ്ങൾക്ക് ഒപ്പിട്ട് തരണം. വെറുതെ ഒരു ചടങ്ങിന്, അത്രേ ഉള്ളൂ. എന്താ ബുദ്ധിമുട്ടാണോ? ഏയ്, ഒരു ബുദ്ധിമുട്ടല്ല സർ. എന്താ സാർ? വരൂ. ഒപ്പിട്ടോളൂ. ഓക്കെ വീണ, അപ്പൊ നമ്മളിനി കാണാൻ പോകുന്നത് സിനിമയുടെ സെറ്റ് വെച്ചായിരിക്കും. താങ്ക് യു സർ. പെൺകൊച്ച് നമ്മളെ പറ്റിക്കോ സാറേ? നിങ്ങളെയോ? എങ്കിൽ പിന്നെ PKG വരെ കൊളന്നോണ്ടില്ലേ? നമുക്ക് നമ്മുടെ കാര്യം നടന്നില്ലേ? സാറ് വണ്ടി കയറി. ചെറിയച്ഛൻ വിളിക്ക്, എന്നിട്ട് സ്പീക്കർ ഫോണിലോട് വിളിക്ക്. നിത്യേച്ചിയാണല്ലോ. എടുക്കുമോളെ. ഹലോ നിത്യേച്ചി. അച്ഛനിപ്പോ എങ്ങനെയുണ്ട് ശ്രുതി? ഡിസ്ചാർജ് ആയി, വീട്ടിലേക്ക് പോന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഉച്ച കഴിഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേച്ചി. ഇനി അതാലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട. ഞാൻ അച്ഛന് കൊടുക്കാം. മോളെ, ചെറിയച്ഛ, ഇന്നലെ മോള് വന്ന് കുറച്ചേരം ചെറിയച്ഛന്റെ കൂടെ വന്ന് ഇരുന്നില്ലേ? ആശുപത്രിക്കാർ തന്ന മരുന്നിനേക്കാൾ കൂടുതൽ അതാ വലിച്ചത്. രാവിലെ ഡോക്ടർ വന്നപ്പോ അത് പറയുകയും ചെയ്തു. പെട്ടെന്ന് ഓക്കെ ആയല്ലോ എന്ന്. അതറിയാനാ ചെറിയച്ഛൻ ഞാൻ വിളിച്ചത്. ഞാൻ പിന്നെ വിളിക്കാം. അതല്ല മോളെ, നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഞാൻ പിന്നെ വിളിച്ചോളാം. ഇപ്പൊ വിശ്വാസമായോ? പൊയ്ക്കോ. നിക്കേ. കൈ പൊള്ളിയത് ആരെയും കാണിക്കാൻ നിൽക്കണ്ട. കയ്യിലേക്ക് വലിയ പൊള്ളല എന്റെ മനസ്സിനേറ്റിരിക്കുന്ന. ആരും അറിയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ ഒരുപാട് മനക്കെട്ടി എന്നെ പ്രതീക്ഷിക്കരുത്. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി ഈ വീട്ടിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയാ ഞാൻ. ഒരു പാവപ്പെട്ട അച്ഛന്റെ പാവപ്പെട്ട മോള്. ചെറിയച്ഛൻ്റെ അടുത്ത് പോയിരുന്നതും വിശേഷം അന്വേഷിച്ചതൊക്കെ വിശദമായിട്ട് അവൾ പറഞ്ഞു. പക്ഷെ മനുവിനെ കണ്ടത് മാത്രം അവൾ പറഞ്ഞില്ല. അതെന്തിനാ അവൾ മറച്ചു വെച്ചത്? അതവൾ മറച്ചു വെക്കണമെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ. ഞാൻ അവൾ അത്രയേറെ വിശ്വസിച്ചതല്ലേ. മോളെ,
ഞാൻ എവിടെയൊക്കെ നോക്കി മോളെ. എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അതൊന്നുമില്ലമ്മേ, വെറുതെ. മോളെ, ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ കുറിച്ച് മോൾക്കറിയാവുന്നതല്ലേ? സന്തോഷത്തിന്റെ കൂടെ സങ്കടങ്ങളും ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. ദേവീ ദേവന്മാർക്ക് പോലും വിഷമത്തിന്റെ കാലഘട്ടങ്ങൾ വന്നിട്ടില്ലേ? നമ്മളത് മനസാന്നിധ്യം കൊണ്ട് മറികടക്കണമെന്ന് ആ കഥകൾ കൊണ്ടൊക്കെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്റെ മോളൊറ്റയ്ക്കിരിക്കണ്ട. എന്തെങ്കിലും സങ്കടം തോന്നിയ അമ്മയുടെ അടുത്തേക്ക് പോരണം, കേട്ടല്ലോ? ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം മോളെ. ഇതുവരെ സംഭവിച്ചതൊക്കെ എന്റെ മോളങ്ങ് വിട്ടുകളഞ്ഞേക്ക്. കുഴപ്പമില്ലമ്മേ, അമ്മയുണ്ടല്ലോ എന്നെ ആശ്വസിപ്പിക്കാൻ. വാ വാ. അതെ, ഞാനൊരു പുതിയ കറി വെച്ചു. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി. ഇതുവരെ ഞാൻ ഇവിടെ പരീക്ഷിക്കാത്തതാ. ദാ. വെറുതെ പറയല്ല കേട്ടോ, നന്നായിട്ടുണ്ട്. ഈ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനും എന്റെ അമ്മായിയമ്മയും തമ്മില് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത് ഈ കറിയ. അതെന്താ കാര്യം? കല്യാണം കഴിഞ്ഞ് ഞാൻ വരുമ്പോ അടുക്കളയില് അമ്മയുടെ ഭരണമായിരുന്നല്ലോ. ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോ ഞാനൊരു കറി വെച്ചു. ദാ ഇതേ കറി. രഘുവേട്ടൻ അത് സന്തോഷത്തോടെ കഴിച്ചു എന്ന് മാത്രമല്ല, ഒരുപാടങ്ങ് പുകഴ്ത്തി പറയുകയും ചെയ്തു. എന്ന് വെച്ചാ ഇത്രയും രുചിയുള്ള ഭക്ഷണം ഇന്നുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ. അമ്മയ്ക്ക് ദേഷ്യം വരാൻ വേറെ വല്ലതും വേണോ? അന്നത്തോടെ ഈ കറി വെക്കൽ അവസാനിച്ചു. പിന്നെ 1-2 വട്ടമൊക്കെ വെച്ചിട്ടുണ്ട്, രഘുവേട്ടൻ വല്ലാണ്ട് നിർബന്ധിച്ചപ്പോ. ആണുങ്ങള് പാവങ്ങളാ. മനസ്സറിഞ്ഞുണ്ടാക്കുന്ന ഒരു ചെറിയ വിഭവം മതി അവര് നമ്മളെ പുകഴ്ത്താനും നമ്മളെ സ്നേഹിക്കാനും. ജീവൻ ഇന്നുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കുന്ന ടേസ്റ്റാ. ഇനി വേണമെങ്കില് മോളെ എന്നോടൊന്ന് മത്സരിച്ചു. എന്നിട്ട് എന്റെ മോനെ പൂർണ്ണമായും അങ്ങ് തട്ടിയെടുത്തു. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മയെക്കൊണ്ട് മാത്രമേ കഴിയൂ. എത്ര നന്നായിട്ടാ അമ്മ ജീവിതം കൈകാര്യം ചെയ്യുന്ന. എനിക്കിതാ അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ചെടുക്കണ്ടേ. ആ, പറയാൻ മറന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ സാറേയും മനുവിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആണോ? ആ, എന്ന് ഞാനും സഹായിക്കാം. നമുക്ക് എന്തേലും കൂടി ഉണ്ടാക്കാമേ. ചെയ്യാലോ. അതിനു മുൻപ് എന്റെ കുട്ടിയുടെ മനസ്സ് നേരെയായോ? ഇപ്പൊ ഓക്കെയാണ്. സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.